ജീവനക്കാരിയുടെ പരാതിക്കിടെ താരസംഘടന അമ്മയുടെ എക്സിക്യൂട്ടീവ് യോഗം ഇന്ന് കൊച്ചിയിലെ ഓഫീസിൽ ചേരുന്ന യോഗത്തിൽ ജീവനക്കാരുടെ പരാതിയും ചർച്ചയാകും. കഴിഞ്ഞ ദിവസമാണ് അമ്മ നേതൃത്വത്തിനെതിരെ ഫ്രണ്ട് ഓഫീസ് ജീവനക്കാരിയായ യുവതി പോലീസിനും തൊഴിൽ വകുപ്പിനും പരാതി നൽകിയത്. സംഘടനയ്ക്കുള്ളിൽ ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരനും ട്രഷറർ ഉണ്ണി ശിവപാലും മാത്രം തീരുമാനിച്ചാണ് തന്നെ പുറത്താക്കിയതെന്നും പ്രസിഡന്റ് ശ്വേതാ മേനോന് ഇതിനെക്കുറിച്ച് അറിയില്ലെന്നും യുവതി പരാതിപ്പെട്ടിരുന്നു. ഇതിനിടെ ഓഫീസിലെ സെക്യൂരിറ്റി ജീവനക്കാരനും നേതൃത്വത്തിനുമെതിരെ പരാതിയുമായി എത്തി. എറണാകുളം നോർത്ത് പോലീസ് യുവതിയുടെ പരാതിയിൽ അന്വേഷണം തുടരുകയാണ്. വാണിജ്യ സിലിണ്ടറിന്റെ വില കുത്തനെ കൂടിയതിന് പിന്നാലെ ഹോട്ടൽ ഭക്ഷണങ്ങളുടെ വിലയും കൂട്ടി. ചായയ്ക്ക് 4 രൂപ വരെയും ഊണിന് 30 രൂപ വരെയുമാണ് കൂട്ടിയത്. 12 രൂപയായിരുന്ന ചായയ്ക്ക് ഇനി 16 രൂപ നൽകണം. കാറ്ററിംഗ്, ഹോസ്റ്റൽ മേഖലകളിലെല്ലാം പ്രതിസന്ധിയിലാണ്. ഇതോടെ സാധാരണക്കാരുടെ ബജറ്റ് താളം തെറ്റി. ഒരു ഊണിന് 90 രൂപയായിരുന്നു. എന്നാൽ ഇനി മുതൽ 120 രൂപ നൽകേണ്ടി വരില്ല. പൊറോട്ടയുടെ വില വർദ്ധിപ്പിച്ചതിനാൽ അതിന് മാറ്റമുണ്ടാകില്ല. അതേസമയം നോൺ വെജ് വിഭവങ്ങളുടെ വിലയിൽ വർധനമുണ്ടാകും. ഓട്ടോ ഡ്രൈവർ പഞ്ചായത്ത് ഓഫീസിന്റെ ഗോവേണിപ്പടിയിൽ മരിച്ച നിലയിൽ. താമരശ്ശേരി സ്വദേശി മുരളീധരനാണ് മരിച്ചത്. ഓട്ടോ സമീപത്ത് നിർത്തിയിട്ടിട്ടുണ്ട്. മുരളീധരന്റെ ഓട്ടോയുടെ വായ്പ തിരിച്ചടവ് മുടങ്ങിയിരുന്നു. ഇന്നലെ ബജാജ് ഫൈനാൻസിൽ നിന്നും ജീവനക്കാർ ഓട്ടോ സ്റ്റാൻഡിലെത്തിയിരുന്നതായി സുഹൃത്തുക്കൾ പറയുന്നു. പണം ഉടനടയ്ക്കാമെന്ന് പറഞ്ഞെങ്കിലും ജീവനക്കാർ ഭീഷണി മുഴക്കിയാണ് മടങ്ങിയതെന്നും ആരോപണമുണ്ട്. പഞ്ചായത്ത് ഓഫീസിന് തൊട്ടുമുന്നിലാണ് ഓട്ടോ സ്റ്റാൻഡ്. ഭീഷണിയിൽ മനനൊന്താണ് മരണമെന്നാണ് സുഹൃത്തുക്കൾ പറയുന്നത്. കായംകുളം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനുള്ള CPIM നേതാവ് യു പ്രതിഭയുടെ ആവശ്യം തള്ളി ആലപ്പുഴ ജില്ലാ നേതൃത്വം. വക്കീൽ ഓഫീസ് തുറന്ന് കായംകുളത്ത് തന്നെ പ്രവർത്തിക്കാൻ യു പ്രതിഭ താൽപര്യം അറിയിച്ചിരുന്നു. കായംകുളം ഏരിയ കമ്മിറ്റി അംഗമായ പ്രതിഭയോട് പ്രവർത്തനം തകഴിയിലേക്ക് മാറ്റാൻ CPIM നേതൃത്വം നിർദ്ദേശിച്ചു. തോൽവിക്ക് ശേഷം പ്രതിഭ നടത്തിയ പ്രതികരണങ്ങളിൽ ജില്ലാ നേതൃത്വത്തിന് അതൃപ്തിയുണ്ടായിരുന്നു. ജില്ലാ സെക്രട്ടറി R നാസർ ശാസിക്കുകയും ചെയ്തിരുന്നു. ഇതിനുശേഷമാണ് കായംകുളം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനുള്ള താൽപര്യം ജില്ലാ നേതൃത്വത്തെ അറിയിച്ചത്. MLA സ്ഥാനത്തിന് പിന്നാലെ ഗണേഷ് കുമാറിന്റെ ഡ്രൈവിംഗ് ലൈസൻസും തെറിക്കുമോ? മുൻ ഗതാഗത മന്ത്രിയും മുൻ MLAയുമായ KB ഗണേഷ് കുമാറിന്റെ ഡ്രൈവിംഗ് ലൈസൻസ് പേരിനൊപ്പം ചേർത്തിരുന്ന MLA എന്ന വിശേഷണം നീക്കാൻ മോട്ടോർ വാഹന വകുപ്പ് നടപടി തുടങ്ങി. ഔദ്യോഗിക തിരിച്ചറിയൽ രേഖകളിലുള്ള പേരായിരിക്കണം ഡ്രൈവിംഗ് ലൈസൻസിലുള്ള പേര് എന്ന ചട്ടം പാലിക്കപ്പെട്ടിട്ടില്ലെന്ന് വകുപ്പിന്റെ കണ്ടെത്തൽ. നിശ്ചിത കാലാവധിയിലുള്ള പദവികൾ ഔദ്യോഗിക രേഖകളിൽ സ്ഥിരമായി ഉൾപ്പെടുത്തുന്നത് പതിവില്ല. 2028 ജൂലൈ 10 വരെ കാലാവധിയുള്ള ഗണേഷ് കുമാറിന്റെ ലൈസൻസിൽ ഇപ്പോഴും MLA എന്ന വിശേഷണം തുടരുന്നതാണ് വിവാദമായത്. എന്നാൽ അദ്ദേഹം അംഗമായിരുന്ന നിയമസഭയുടെ കാലാവധി ഇതിനകം അവസാനിച്ചിട്ടുണ്ട്.